ഹലോ, ഇന്ന് നമ്മളൊരു ഡ്രീം കേക്കാണ് ചെയ്യുന്നത്. ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ ഒരു കേക്കിന് ഡിമാൻഡ് ഒട്ടും കുറവല്ല കേട്ടോ. വീക്ക്ലി അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും ഈ ഒരു കേക്കിന് ഓർഡർ വരാറുണ്ട്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതിലോട്ട് മിൽക്ക് സിറപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് സോക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആവും. ദെൻ സെക്കൻഡ് ലെയറായിട്ട് ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ്. അത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. തേർഡ് ലെയറായിട്ട് ചോക്ലേറ്റ് മൂസാണ് ആഡ് ചെയ്യുന്നത്. അതും ഈവനായിട്ട് സ്പ്രെഡ് ആവാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായ സർഫസ് കിട്ടും. ഇതിൻ്റെ ഒരു 2 hours നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ഫോർത്ത് ലെയറായിട്ട് ആഡ് ചെയ്യുന്ന മെൽറ്റഡ് മിൽക്ക് ചോക്ലേറ്റ് ആണ്. വളരെ തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്തു. ഒത്തിരി ആഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പൊട്ടിച്ച് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ വളരെ തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതിയാവും. ദെൻ ഫിഫ്ത്ത് ലെയറായിട്ട് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്ക് റെഡി. ഇതൊരു ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് ഫോണ്ടന്റിൽ നെയിം ആൻഡ് വിഷ് എഴുതി കേക്കിൽ പ്ലേസ് ചെയ്തു, പാക്ക് ചെയ്തു, കസ്റ്റമറിന് കൊടുത്തു വിട്ടു. ആക്ച്വലി എൻ്റെ ബേക്കിംഗ് ജേർണി പറയുമ്പോൾ ഡ്രീം കേക്ക് അല്ലെങ്കിൽ 5-in-1 ടോട്ടേ കേക്കാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. ഈ ഒരു കേക്ക് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ആൾക്കാരുടെ ഇടയിൽ നോട്ടീസ് ചെയ്യപ്പെട്ടത്. ബേക്കിംഗ് ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ 1 year and 5 months ആയിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെല് ചെയ്തതും ഈ ഒരു ഡ്രീം കേക്ക് തന്നെയാണ്. ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും യാതൊരുവിധ കോംപ്രമൈസും ഞാൻ ചെയ്യാറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ന്യൂ കസ്റ്റമേഴ്സിനെ കിട്ടിയതും ഈ ഒരു കേക്ക് കൊണ്ടാണ്. അതും വളരെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ ബേക്കിംഗ് ജേർണിയിൽ ഒരു ബിഗ് ഇമ്പോർട്ടൻ്റ് ഉള്ള കേക്ക് തന്നെയാണ് 5-in-1 ടോട്ടേ കേക്ക്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.